വളരെ പെട്ടെന്ന് തന്നെ വിവാദത്തിലാകാനിരിക്കുന്ന ഒരു സാധനമാണ് മാനിഫെസ്റ്റേഷൻ. ഇതൊരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ആൾക്കാർക്ക് എപ്പോഴും ട്രെൻഡ് ആകുന്ന ഒരു സാധനത്തിനെ ഈ പറഞ്ഞ വിമർശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് വയ്ക്കേണ്ട വീട് ഞാൻ എൻ്റെ മുൻപിൽ പിക്ചർ ചെയ്ത് അതിനെ ഇങ്ങനെ ബെഡ്റൂമിൽ ഉൾപ്പെടെ അത് പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ച്, വാടക വീട്ടിലായിരുന്നപ്പോൾ അത് ഒട്ടിച്ച് അത് കണ്ട് കാറിലും അതുപോലെ എൻ്റെ ഫോണിൽ വാൾപേപ്പറും ഒക്കെ ആയിട്ട് അതിനെ സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ ആ വീടിനെ തന്നെ കണ്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് വീട് വയ്ക്കാൻ പറ്റിയത്. ഒരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫലിക്കാത്തതെന്നുള്ളത്? നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ പലരും ആ ഗോളിൻ്റെ വിഷനിൽ ക്ലിയർ ആയിരിക്കില്ല. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും മാനിഫെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയല്ല മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. എന്താണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് വേണ്ടത്, നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് വേണ്ടത് എന്താണെന്ന് കൃത്യമായി ക്ലിയറായി നമുക്ക് ധാരണയുണ്ടാകണം. അതിനെ നമ്മൾ ഗോളെന്ന് പറയാം. ആ ഗോള് നമ്മൾ കൃത്യമായി എഴുതി വെക്കണം. നിങ്ങൾക്കറിയാമോ, 83% ആൾക്കാർക്ക് ഈ മാനിഫെസ്റ്റേഷൻ, ഇതിൻ്റെ ഒരു പഠനം നടന്നപ്പോൾ അത് നടക്കാതെ പോയത് അവർക്ക് ആ ഗോളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഒരു 14% പേർക്ക് അത് നടന്നു, അവർ ഗോളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അത് എഴുതി വെച്ചില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് അവർക്ക് അങ്ങോട്ട് അത് കിട്ടിയില്ല. അതേസമയം 3% പേർക്ക് അവർ പ്രതീക്ഷിച്ചതിൻ്റെയും 10 മടങ്ങ് ഇരട്ടി പ്രകൃതി കൊടുത്തു. അതിൻ്റെ കാരണം ഇതാണ്, അവർ ക്ലിയർ ആയിട്ട് അത് എഴുതി വെച്ചു. അപ്പം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ആ ഗോള് നിങ്ങൾ ക്ലിയർ കട്ട് വിഷനായിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ കണ്ണെത്തുന്നിടത്തൊക്കെ അത് സ്റ്റിക്കി നോട്ടിൽ ഒട്ടിച്ചു വെക്കുന്നത് വർക്ക് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാന പോയിന്റ്, നിങ്ങളൊരു ഡെഡ് ലൈൻ വേണം. അപ്പോൾ നിങ്ങൾ ഇത്ര മാസത്തിനകത്ത് ഇത്ര രൂപ നമുക്ക് വേണം, അതല്ലെങ്കിൽ ഇത്ര ഒരു വർഷത്തിനുള്ളിൽ എനിക്കൊരു വീട് വേണം. നമുക്കൊരു ക്ലിയർ കട്ട് ഡെഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ തന്നെ നമ്മളോട് റിപ്പീറ്റ് ചെയ്തതിനെ കുറിച്ച് പറയാം. ഞാൻ വീട് വയ്ക്കുന്ന സമയത്തുള്ള ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും. വാടക വീട്ടിലാണ് ടൈമിൽ കിടക്കുന്നത്, പക്ഷേ അത് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്ന ഫീലായിരുന്നു. ഞാൻ വെക്കാനിരിക്കുന്ന വീടിൻ്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്നത് പോലെയായിരുന്നു. എൻ്റെ എഴുത്തുപുരയിൽ ഞാനിരുന്ന് എഴുതുന്നത് പോലെയൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫാൻറ്റസി എന്നൊക്കെ പറയും. വീട്ടുകാരൊക്കെ പലപ്പോഴും ചോദിച്ചു, ഇത് ഈ ഫാൻറ്റസി ഇച്ചിരി കൂടി പോകുന്നില്ല. പക്ഷേ കൃത്യം 8 മാസങ്ങൾക്കുള്ളിൽ എൻ്റെ വീട് യാഥാർത്ഥ്യം തന്നെ. അപ്പോൾ ഡെഡ് ലൈൻ നമുക്ക് വെക്കണം. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് അത്രയും വിശ്വസ്തരായ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ സൗഹൃദ പോലെ, അവരോട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം. പറയുമ്പോൾ ഇവർ കളിയാക്കും, പക്ഷേ അത് പറയണം. സ്റ്റഡി അനുസരിച്ച് 33% ആൾക്കാർ ഇത് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്തപ്പോൾ ഇത് നടക്കാനുള്ള സാധ്യത പിന്നെയും കൂടി എന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ സംഭവിക്കുന്ന സമയത്തൊന്നും ആരോടും പറഞ്ഞില്ല, ഇത് ആരെങ്കിലുമൊക്കെ കളിയാക്കിയാലും വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി വരുമ്പോൾ അത് പറയണം, അത് ആൾക്കാരോട് പറയണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മളൊരാളോട് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കൂടും. യൂണിവേഴ്സിനോട് നമ്മൾ പിന്നെയും അത് തേടും, നമുക്കത് കിട്ടും. ഒരുതരം പ്രാർത്ഥനയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. അതിൻ്റെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തതല്ല, പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും സയൻസ് ഒന്നാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാഷനിലേക്ക്, അത്രയും പാഷൻ ആയിരിക്കണം, ആ പാഷനിലേക്ക് നമ്മൾ പോകാം. നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഫോളോ ചെയ്ത് കയറി വായ വരക്കട്ടെ.